നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടും വളരെ വിനയത്തോടും വന്ദനം അറിയിക്കുകയാണ്. പതിവ് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ മക്കൾ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രായമുള്ളവര്, രോഗികള് ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി ആരെങ്കിലും സംബന്ധിക്കുന്നെങ്കിൽ പ്രത്യേകം സ്നേഹവും സന്തോഷവും ആ കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദത്തിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 പത്രോസ് 1 അധ്യായം 5, 6, 7 വാക്യങ്ങളാണ്. 2 പത്രോസ് 1 അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വേദഭാഗത്തിന് ഞാൻ കൊടുത്ത ഒരു ഹെഡിങ് എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളതാണ്. വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ. സ്വർഗത്തിലെ ദൈവം കൃപയാൽ നമുക്ക് വിശ്വാസം തന്നു. വിശ്വാസത്താൽ നമുക്ക് രക്ഷ തന്നു. ഇപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. ആ വിശ്വാസ ജീവിതം അനുഗ്രഹമായിരിക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലായിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്ത് സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഒരു 7 കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. വിശ്വാസത്തോട് ക്രമമായി പടിപടിയായി ചേർക്കേണ്ട 7 കാര്യങ്ങൾ. വിശ്വാസത്തോട് വീര്യം ചേർക്കണം, വീര്യത്തോട് പരിജ്ഞാനം ചേർക്കണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം ചേർക്കണം, അതോട് സ്ഥിരത ചേർക്കണം, സ്ഥിരതയോട് ഭക്തി ചേർക്കണം, ഭക്തിയോട് സഹോദരപ്രീതി ചേർക്കണം, സഹോദരപ്രീതിയോട് സ്നേഹം ചേർക്കണം. ഇങ്ങനെ പടിപടിയായി 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസത്തോടെ ചേർത്ത് കൂട്ടിച്ചേർത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസ ജീവിതം നമ്മിൽ ഉണ്ടാകും. സ്വർഗത്തിലെ ദൈവം ഈ പഠനം മുഖാന്തരം അതിന് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 7 കാര്യങ്ങൾ പടിപടിയായി ചേർക്കേണ്ടതാണ്, അല്ലെ ക്രമാനുഗതമായി ചേർക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാകാനായിട്ട് 2-3 കാര്യങ്ങൾ എക്സാമ്പിൾ പോലെ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മളൊരു പടികൾ ചവിട്ടി കയറുന്ന പോലെയാണ്. ഒന്ന്, അതിന്റെ തറയുണ്ടല്ലോ, തറ, അത് വിശ്വാസമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ ആ വിശ്വാസത്തോടെ നമ്മൾ ഓരോ പടി, അടുത്തൊരു പടി ചവിട്ടുകയാണ്. അത് വീര്യം എന്ന പടിയാണ്. വിശ്വാസത്തോടെ വീര്യം, അതിനടുത്ത പടിയായിട്ട് പരിജ്ഞാനം, അതിന്റെ അടുത്ത പടിയായിട്ട് ഇന്ദ്രജയം. ഇങ്ങനെ ആ പടികൾ ചവിട്ടിക്കയറി മുകളിൽ, ഏറ്റവും മുകളിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് സ്നേഹം എന്ന അത്യുന്നതമായ ഒരു സ്ഥാനത്താണ്. ഏറ്റവും ഒടുവിൽ സ്നേഹത്തെ പറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേണം ഓരോന്ന് പടിപടിയായി, ഓരോന്ന് ക്രമമായി ചേർത്ത് പോകണം. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു കെട്ടിടം പണിയോട് നമുക്കിത് ഉപമിക്കാം. നമുക്കൊരു ലാൻഡ് ഉണ്ട്, അത് നമ്മുടെ വിശ്വാസമാണ് എന്ന് വിചാരിക്കുക. ആ ലാൻഡിൽ നമ്മൾ പിന്നെ പടിപടിയായി പല കാര്യങ്ങൾ ചെയ്തെങ്കിലേ അവിടെ ഒരു കെട്ടിടം ഉണ്ടാകും. അവിടെ മൂലക്കല്ലിടണം, അതിനോട് ചേർന്ന് അടിസ്ഥാനം ഉണ്ടാകണം, അതിന്റെ മുകളിൽ കല്ല് വെച്ച് പണിയണം. അങ്ങനെ പണിത് ഒരു മനോഹരമായ മേൽക്കൂരയും തീർന്നു കഴിയുമ്പോൾ, സ്നേഹത്തിന്റെ മേൽക്കൂരയും തീർന്നു കഴിയുമ്പോൾ മനോഹരമായ ഒരു കെട്ടിടമായിട്ട് അത് മാറും. മറ്റൊരു എക്സാമ്പിള് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നതുമായിട്ട് ഇതിനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തോട് ആദ്യം ഒരു ഇന്നർ വെയർ ധരിക്കും. അതിനുശേഷം അതിന്റെ മുകളിൽ ഓരോ ലെയർ, നമ്മുടെ ഇവിടെയൊക്കെ അത്രയും ചൂട് സ്ഥലമായതുകൊണ്ട് ആവശ്യം വരുന്നില്ലെങ്കിലും ചില സ്ഥലത്തൊക്കെ വേണം, നമ്മളിത് പഠനത്തിന് വേണ്ടി അത് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ ലെയർ വസ്ത്രങ്ങൾ ധരിച്ച് ഒടുവിലായിട്ട് ഓവർ കോട്ടായിട്ട് സ്നേഹം ധരിക്കുന്ന ഒരു രീതി. അങ്ങനെ അത് പടിപടിയായിട്ടാണ് പോകുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കുകയല്ല, ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോഴാണ്
അതിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇത് നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി 2-3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവിടെ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു എന്നൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നു. അത് നിമിത്തം. അപ്പോൾ ഒരു ചോദ്യം വരും, ഏത് നിമിത്തം എന്നൊരു ചോദ്യം വരും. അത് നിമിത്തമാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഏത് നിമിത്തം? അതിന്റെ ഉത്തരം ശരിക്കും 3-4 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ 3-4 വാക്യങ്ങളിൽ നിന്നാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട്, അതുകൊണ്ടെന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട്, അത് തന്റെ മഹത്വകരമായ വിളിയായതുകൊണ്ട്, അത് തന്റെ എക്സലൻസ് വെളിപ്പെടുത്തുന്ന വിളിയായതുകൊണ്ട്, മാത്രമല്ല അങ്ങനെ വിളിച്ചതിന്റെ ഉദ്ദേശം നമ്മൾ ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കാനാ. അതുകൊണ്ട് ഇതൊക്കെ ചേർക്കണം. നമ്മൾ ഭക്തി ജീവിതം നയിക്കാനാ. അതുകൊണ്ട് ഇതൊക്കെ ചേർക്കണം. അതുപോലെ തന്നെ നമ്മളെ ലോകമോഹങ്ങളെ വിട്ടൊഴിയണം. അതിന് ഇതൊക്കെ ചേർത്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതോടൊപ്പം ആ ആഗ്രഹം സഫലീകരിക്കുവാനായി ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. 3-4 വാക്യങ്ങളിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ദിവ്യശക്തി തന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് വചനമായിട്ടും പരിശുദ്ധാത്മാവായിട്ടും നമുക്ക് ദാനമായി ദിവ്യശക്തി തന്നു. മാത്രമല്ല പല വാഗ്ദത്തങ്ങളും നമുക്ക് തന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ആ വിളിച്ച നിലയിലുള്ള ജീവിതം നയിക്കുന്നതിന് ഇതെല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാര്യങ്ങൾ കൂടെ ആ വിശ്വാസത്തോടെ, കൃപയാൽ ലഭിച്ച വിശ്വാസത്തോടെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 7 കാര്യങ്ങളൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അതിമനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതമായി മാറും. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതമായി മാറും. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അതിനി നമുക്ക് അടുത്തതായിട്ട് ഒരു വാക്കുകൂടെ അവിടെ നിന്ന് ശ്രദ്ധിക്കാനുണ്ട്. സകല ഉത്സാഹവും കഴിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുവാൻ സകല ഉത്സാഹവും, 5-ാം വാക്യം തുടങ്ങുന്ന അങ്ങനെയാ, സകല ഉത്സാഹവും കഴിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് കൃപയാൽ വിശ്വാസത്താൽ നമ്മള് രക്ഷിക്കപ്പെട്ടു. ഇനി ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായിട്ട് അങ്ങ് പൊയ്ക്കൊള്ളും, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ അങ്ങ് പൊയ്ക്കൊള്ളുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ നടക്കത്തില്ല. സ്വാഭാവികമായി യാന്ത്രികമായി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ക്രിസ്തീയ ജീവിതം ഉണ്ടാവുകയില്ല. പിന്നെ എന്ത് വേണം? അതിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സകല ഉത്സാഹവും കഴിച്ച് നമ്മൾ ചേർക്കണം. അല്ലെ, സകല ഉത്സാഹവും കഴിച്ച് ഇത് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തണം. എല്ലാ പരിശ്രമവും, എന്തൊക്കെ വാക്കുകൾ അതിന് ഉപയോഗിക്കാമോ അത്രയും, ഒരു തരത്തിൽ അശ്രാന്ത പരിശ്രമം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ കൂടെ ചേർത്ത് നല്ല ഒരു വിശ്വാസ ജീവിതം ഉണ്ടാകുകയുള്ളൂ. ഒരുപക്ഷെ അതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, നാം വാസ്തവത്തിൽ അതിനായിട്ട് ആഗ്രഹിക്കുകയും നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എങ്കിൽ ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഉറപ്പാണത്. നമുക്കറിയാം, നമ്മൾ കർത്താവ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ അത് പ്രാക്ടിക്കലായി തോന്നുകയില്ല. ഇംപ്രാക്ടിക്കലായിട്ട് തോന്നാം, ഇമ്പോസിബിളായി തോന്നാം. പക്ഷേ നമ്മൾ മനസ്സ് വെച്ചാൽ അത് ദൈവം സഹായിക്കുകയും അത് നമ്മളെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നതാണല്ലോ, ബെഥെസ്ത കുളക്കരെ കിടന്നൊരു മനുഷ്യൻ, 38 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. വാസ്തവത്തിൽ അത് ഇംപ്രാക്ടിക്കലായി, ഇമ്പോസിബിളായി നമുക്ക് തോന്നുകയില്ല. നമ്മൾ കുറെ നേരം കിടന്ന് നമുക്ക് ഒരു രാത്രി കിടന്ന് നമുക്ക് പോലും രാവിലെ എണ്ണീറ്റ് പെട്ടെന്നൊന്നും എണ്ണീറ്റ് നടക്കാൻ പറ്റുകയില്ല. എഴുന്നേറ്റ് കുറച്ചു നേരം കട്ടിലിൽ ഇരിക്കണം, പിന്നെ പതുക്കെയൊക്കെ പറ്റുകയുള്ളൂ, പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളവരുടെ കാര്യം. അപ്പൊ 38 വർഷം കിടന്ന ഒരു മനുഷ്യനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ലെന്നല്ല, അത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ഇംപ്രാക്ടിക്കലായി തോന്നും, ഇമ്പോസിബിളായി തോന്നും. പക്ഷേ അവൻ മനസ്സ് വെച്ചു, ദൈവം അതിനുള്ള ശക്തി കൊടുത്തു. ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയേക്കാം, ബുദ്ധിമുട്ടാണ്, അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചിന്തിച്ചേക്കാം. മനസ്സ് വെച്ചാൽ, നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ഉറപ്പ് സ്വർഗത്തിലെ ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കുകയും
നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട, ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുകയും ചെയ്യാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആ ഓരോ വിഷയങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒന്നാമത്, വിശ്വാസത്തോട് വീര്യം ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വീര്യമുള്ള വിശ്വാസമായിരിക്കണം. ഒരു സ്ട്രോങ് ബിലീഫ്, ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ശക്തിമത്തായ വിശ്വാസമായിരിക്കണം. അതാണ് അതിന്റെ ഒരു ലളിതമായ ആശയം. വീര്യമുള്ള വിശ്വാസം, ഉറച്ച അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വിശ്വാസികളാണെങ്കിലും ചിലപ്പോഴും പതറിപ്പോകാണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീട്ടില് ഒരു ആടുണ്ടായിരുന്നു, പെട്ടെന്ന് അതങ്ങ് ചത്തുപോയി. ആദ്യം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതും അങ്ങ് ചത്തു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോഴിയാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു, അത് രോഗം വന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, അത് ചിലപ്പോൾ ചത്തുവാൻ സാധ്യത. അപ്പൊ നമ്മളിങ്ങനെ പതറിപ്പോ, അതെന്താ ഇവിടെ പശു എത്തു, ആ പട്ടി എത്തു, ഇപ്പൊ അതേ കോഴി തൂങ്ങി നിൽക്കും. ഇപ്പൊ അങ്ങനെ നമ്മൾ ഉടനെ പതറിപ്പോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. അത് അടുപ്പിച്ചടുപ്പിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു പാമ്പ് വന്നു, ഒരു മൂർഖനാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഗേറ്റിന്റെ അവിടെ നോക്കിയപ്പോൾ ഒരു മൂർഖൻ പാമ്പ് കിടക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞു, അതങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേര കോഴിക്കൂട്ടി കൂടെ കയറി പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ചേര ചെടിയുടെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോഴത്തേക്ക് ഒരു സംശയം, ചിലപ്പോൾ ആ ദിവസങ്ങളിലെങ്ങാനും ആരെങ്കിലും നേർച്ചയ്ക്ക് പിന്നെ വന്ന് കാണും, നമ്മൾ കൊടുത്ത് കാണത്തില്ലായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വല്ലാണ്ട് പതറി പോവുകയാണ്. അയ്യോ, അതെന്താ അങ്ങനെ, ഒരു പാമ്പല്ലല്ലോ, രണ്ടല്ലല്ലോ, അതൊക്കെ കണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് വരുന്ന അടിക്കടിയുള്ള രോഗങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, പിന്നെയും ഒന്ന്, പിന്നെ അതുപോലെ മറ്റ് വിവിധ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴൊന്നും നമ്മൾ വിശ്വാസത്തിൽ പതറിപ്പോകരുത്. അല്പം പോലും ചഞ്ചലപ്പെടാനേ പാടില്ല. അതാണ് ഈ വീര്യമുള്ള വിശ്വാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പതറിയേ പോകരുത്. അയ്യോ, അതെന്താ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ക്രിസ്തുവിലാണ്, നമ്മളോട് കൂടെ കർത്താവ് ഉണ്ട്. കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും വരികയില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച ഒരു വിശ്വാസം, അതാണ് ഒരു ചിന്ത അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. വിശ്വാസത്തോടെ വീര്യം അഥവാ വീര്യമുള്ള വിശ്വാസം, സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്. അതിന്റെ ഒരാശയം കൂടെ, അല്പം കൂടെ മെച്ചമായ ഒരു ആശയം പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായി, നമ്മുടെ വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് മഹത്വമുള്ള വിളിയാണ്, മറ്റൊന്നത് വീര്യമുള്ള വിളി. അത് നമ്മൾ ഓർക്കുകയുണ്ടായി, അതൊരു എക്സലന്റ് വിളിയാണ് എന്ന് നമ്മൾ ഓർത്തു. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു എക്സലന്റ് ലൈഫിന് വേണ്ടിയാ, ഒരു എക്സലന്റ് വിശ്വാസ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ വിളിച്ചത് ആരാ? വിളിച്ചത് നമ്മുടെ കർത്താവാണ്. കർത്താവ് ആരാണ്? കർത്താവ് ദൈവമാണ്, നമുക്കറിയാം. കർത്താവ് രാജാവും കൂടെയാണ്. നമ്മൾ മത്തായി 2:2 വായിക്കുന്നുണ്ട്, രാജാവായി പിറന്നവനോട്. അതൊക്കെ നമ്മൾ പലപ്പോൾ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ. സാക്ഷാൽ രാജാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. രാജാക്കന്മാരെയൊക്കെ നമ്മൾ ഹിസ് എക്സലൻസി എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. ഈ കർത്താവ് നമ്മളെയും രാജാക്കന്മാരാക്കിയിരിക്കുക. വെളിപ്പാട് പുസ്തകം 1:6 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ രക്തത്താൽ നമ്മുടെ പാപം പോക്കി ശുദ്ധീകരിച്ച് നമ്മളെ പിതാവായ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു. അപ്പൊ നമ്മളും രാജാക്കന്മാരാ. നമ്മളെ കുറിച്ചും ഹിസ് എക്സലൻസി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരു എക്സലന്റ് വിശ്വാസമായിരിക്കണം. അതാണ് മറ്റൊരർത്ഥം. നമുക്ക് വിശ്വാസം തന്നിട്ടുണ്ട്, ആ വിശ്വാസത്തോടെ വീര്യം ഒരു എക്സലന്റ് വിശ്വാസമായി മാറണം. എന്തായാലും മലയാളം പറയേണ്ടത്, ഞാൻ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, കറതീർന്ന വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത്ര നമ്മുടെ ആ വിശ്വാസം ഒരു കുറവില്ലാത്ത, ഒരു മൈനസ് ആയിട്ട് ഒന്നുമില്ലാത്ത ഒരു വിശ്വാസമായിട്ട് നമ്മൾ ഇരിക്കണം. ഒരു എക്സലന്റ് ഫെയ്ത്ത് നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം വീര്യമുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, എക്സലന്റ് ആയിട്ടുള്ള വിശ്വാസമായിരിക്കണം. അതാണ് വീര്യം ചേർക്കുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്, ഈ വീര്യത്തോട് അടുത്ത സ്റ്റെപ്പ്, ഈ വീര്യത്തോട് പരിജ്ഞാനം ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടണം, കൂടി നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. പരിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ വാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചാണ്. ഈ അധ്യായത്തിൽ പല പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്കത് വിട്ടുകളയാൻ പറ്റുകയല്ലോ. നമ്മള് ഇടപഴകിയുള്ള ആ ജ്ഞാനത്തെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനവും പരിജ്ഞാനവും രണ്ടാണ് എന്നൊക്കെ നമ്മൾ ഓർത്തല്ലോ.
നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിച്ച് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ്. ദൈവത്തിൽ നിന്ന് നമ്മുടെ ആ ഇടപഴകിയുള്ള പറ്റിച്ചേർന്ന് ജീവിക്കുന്നതിനാൽ നാം ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന അനുഗ്രഹീത പാഠങ്ങളെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് വരുമ്പോൾ, ദൈവത്തോട് നമ്മുടെ വിശ്വാസം അങ്ങോട്ട് സ്ട്രോങ് ആകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം എന്നുള്ളത്. ദൈവത്തോട് അടുത്തിരിക്കണം. എപ്പോഴും ദൈവവചനം വായിക്കണം, അത് പഠിക്കണം. അങ്ങനെ പഠിക്കാനിരുന്നാൽ എഴുന്നേറ്റ് പോകാൻ മനസ്സില്ല. പ്രാർത്ഥിക്കാനിരുന്നാലോ നമ്മുടെ ആ സ്ട്രോങ് ബിലീഫ് കൊണ്ടാണ് അത് സാധിക്കുന്നത്. പ്രാർത്ഥിക്കാനിരുന്നാൽ നമുക്ക് എത്ര സമയം ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് തികയുകയില്ല, എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ആത്മീയ കൂടിവരവുകളിലേക്കുള്ള വാഞ്ച, ദൈവസന്നിധിയിൽ ഇരുന്നാൽ അവിടെ അത് സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്ന ആ ഒരു രീതി. അപ്പൊ ദൈവത്തോട് അടുത്ത് ഇടപഴകാൻ നമുക്ക് തോന്നുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ശക്തി, നമ്മുടെ വിശ്വാസം കറതീർന്ന വിശ്വാസമാണെങ്കിൽ നമുക്ക് ഈ ആളിനോട് അടുത്തിരിക്കാനായിട്ട് നമുക്ക് തോന്നും, നമ്മുടെ കർത്താവിനോട്, നമ്മുടെ ദൈവത്തോട്. അങ്ങനെ നമ്മൾ അടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ആ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കും. ആ പറ്റിച്ചേർന്ന് ജീവിക്കുന്നതിനാലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കും. അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തോട് അഥവാ നമ്മുടെ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ ഉള്ള ഒരു പ്രത്യേകത, ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നുകയില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഏത് മനുഷ്യരുടെ കൂടെ നമ്മൾ ചേർന്ന് നടന്നാലും, ചേർന്ന് കുറെ നടക്കുന്തോറും നമുക്ക് അകലാനാ തോന്നുക. കുറച്ച് അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. കൂടുതൽ അടുത്തറിയുമ്പോൾ അകലാനാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവത്തോടടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ അടുക്കാനും ഒരു നിമിഷം പോലും അകന്നിരിക്കാനും തോന്നുകയില്ല. അതാണ് ഒരു സത്യം. അത് പക്ഷേ നമ്മൾ ഓർക്കണം, വിശ്വാസത്തോട് വീര്യം ചേർക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ വിശ്വാസം ഒരു എക്സലന്റ് വിശ്വാസമാണെങ്കിൽ അത് സാധിക്കുള്ളൂ ദൈവത്തോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കാൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സന്തോഷം, അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഇഷ്ടം വരുന്നില്ല, കർത്താവിനോട് അകന്നിരിക്കാൻ ഒട്ടും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയാണോ നമ്മുടേത്? അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സ്ട്രോങ് അല്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്ട്രോങ് ബിലീഫ് ആണെങ്കിൽ നമുക്ക് കർത്താവിനോട് അടുത്തിരിക്കാൻ തന്നെ തോന്നും. എത്ര ഇരുന്നാലും അകലാനോ എഴുന്നേറ്റ് പോകാനോ തോന്നുകയില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഹാനോക്കിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് ചിന്തിച്ചു. ഇന്ന് ഞാൻ ഒന്നുകൂടെ ഹാനോക്കിനെ കൊണ്ടുവരികയാണ് രംഗത്തേക്ക്. നോഹയും ഹാനോക്കും ഒക്കെ ദൈവത്തോടു കൂടെ നടന്ന വ്യക്തികളാണല്ലോ. അപ്പൊ ഹാനോക്കിനെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ഇവിടെ കാണുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത് 300 വർഷമാണെന്ന് നമുക്കറിയാം. ചെറിയൊരു കാലഘട്ടം ഒന്നുമല്ല. 65-ാമത്തെ വയസ്സിലാണ് നടക്കാൻ തുടങ്ങിയത്. ആ തുടങ്ങിയിട്ട് ഒരു ദിവസമോ ഒരു നിമിഷമോ താൻ പിന്മാറാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, പിന്മാറിപ്പോകാതെ ഈ 300 വർഷം, നീണ്ട 300 വർഷം തന്നോടുകൂടെ നടക്കുവാൻ ഇടയായി തീർന്നു. അത് ദൈവത്തോടുകൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇങ്ങനെ ഒരു 300 വർഷമൊക്കെ ചേർന്ന് നടക്കാൻ, 300 അതിലധികമൊക്കെ ചേർന്ന് നടക്കാൻ മറ്റാരോടും കഴിയുകയില്ല. അങ്ങനെ പറ്റിച്ചേർന്ന് നടന്നതിനാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കുണ്ടായി, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാനൊക്കെ ഹാനോക്കിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തനിക്ക് കഴിഞ്ഞു. ഒരുപാട് അനുഗ്രഹീതമായ പാഠം നമുക്ക് ലഭിച്ചു. അതിന്റെ 1-2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഈ നമ്മുടെ ഹാനോക്ക് ഈ ദൈവത്തോട് നടക്കുമ്പോൾ, കുടുംബജീവിതമൊക്കെ കളഞ്ഞേച്ചങ്ങ് ദൈവത്തോടെ പോവല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ആ ഭാഗം വായിച്ചറിയാം. കുടുംബജീവിതമൊക്കെ ശരിക്ക് നോക്കിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് പോയത് എന്ന് ആ വാക്യങ്ങൾ ഉൽപ്പത്തി 5-ന്റെ 21 മുതൽ 24 വരെ വായിച്ചാൽ അറിയാം. ഞാൻ പറയാൻ പോകുന്നത്, അദ്ദേഹം ജീവിച്ച ആ സാഹചര്യം ഒന്ന് നോക്കണം. അന്നത്തെ ആ സാഹചര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 4-ാം അധ്യായം പിന്നീട് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പിന്നീട് വായിക്കാം. അദ്ദേഹത്തിന് 2 അയൽവക്കക്കാരെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഈ 4-ാം അധ്യായത്തിൽ ഹാനോക്കിന്റെ 2 അയൽവക്കക്കാര്. ഒരാളുടെ പേര് ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്, ഹാനോക്ക് എന്ന് തന്നെയാണ് ഒരാളുടെ പേര്. അദ്ദേഹത്തെ കുറിച്ച് ആ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്,
തൻ്റെ അപ്പൻ തൻ്റെ പേരിൽ ഒരു പട്ടണം പണിതങ്ങ് കൊടുത്തെന്നുള്ളതാണ്. അതായത് ഒരു പട്ടണം പണിതിട്ട് അതിന് മകന്റെ പേര് ഇട്ടു, ഹാനോക്ക് എന്ന് പേരിട്ടു. അപ്പോൾ അതിന്റെ ആഡംബരത്തിലും ആർഭാടത്തിലും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു അയൽവക്കക്കാരൻ. ഇനി മറ്റൊരു അയൽവക്കക്കാരൻ ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് ലാമേക്ക് എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് നാം വായിക്കുന്ന 2 ഭാര്യമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിലത് അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു പരിക്കിന് പകരം ഒരു മനുഷ്യനെ കൊല്ലും, 7 ഇരട്ടി പകരം ചെയ്യും. ഒരു ക്രൂര മനുഷ്യൻ. ഇവർ രണ്ടുപേരും ദൈവത്തോട് ചേർന്ന് കിടക്കുന്നവരല്ല. അതിന്റെ നടുവിലാണ് ഇദ്ദേഹത്തിന് ദൈവത്തോട് ചേർന്ന് ഈ 300 വർഷം തന്നെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നവർ നടക്കാൻ കഴിഞ്ഞത്. കാരണം തന്നോട് പറ്റിച്ചേർന്ന് നടന്നാൽ തന്നിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഏത് സാഹചര്യത്തിലും തന്നോട് ദൈവത്തോട് നടക്കാൻ കഴിയുമെന്ന പാഠം ദൈവം തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ കുറ്റം പറയും, നമ്മുടെ അയൽവക്കക്കാരുടെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലുള്ളവരുടെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരെ ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഓ അന്ന് ഞാൻ പഠിക്കുന്ന കോളേജിന്റെ സാഹചര്യം നല്ല, കൂട്ടുകാരുടെ ഒക്കെ ഉണ്ട്, അത് ശരിയല്ല, കൊളീഗ്സ് ഓഫീസിൽ ജോലി ചെയ്യുന്ന അവരുടെ ഒന്നും ഇതിന്റെ നടുവിലൊന്നും അങ്ങനെ ദൈവത്തോട് അത്ര പറ്റിച്ചേർന്ന് ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പരിജ്ഞാനം ലഭിച്ചു, ദൈവത്തോട് ചേർന്ന് കിടന്ന് വലിയ പരിജ്ഞാനം കിട്ടി. ആ പരിജ്ഞാനത്തിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കാൻ കഴിയും എന്ന് തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ വിശ്വാസത്തോടെ വീര്യം, നമ്മുടെ വിശ്വാസം എക്സലന്റ് വിശ്വാസമാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കാനും ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കാനും ഏത് സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കാനും കഴിയും എന്നുള്ളതാണ് ഈ പരിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 3ാമത്തെ കാര്യത്തിലേക്ക് പോവാം. പരിജ്ഞാനത്തോട് ചേർക്കേണ്ടത് ഇന്ദ്രിയ ജയം ആണ്. അപ്പൊ വിശ്വാസത്തോട് വീര്യം, അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം, കറതീർന്ന വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന എന്താ? ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നു, കൂടെ ജീവിക്കുക, എപ്പോഴും കൂടെ. 24x7 എല്ലാ സമയവും ദൈവത്തോട് കൂടെ. അങ്ങനെ ഒരുപാട് ദൈവിക ജ്ഞാനം നമ്മൾ പ്രാപിച്ച് എല്ലാ പ്രതികൂലങ്ങളിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. എന്ന് മാത്രമല്ല, നമുക്ക് ഇന്ദ്രിയ ജയം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ദ്രിയ ജയം എന്താണ്? ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മനിയന്ത്രണം, സ്വയം നിയന്ത്രണം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറയട്ടെ. എന്താണ് ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവഹിതാനുസരണം നിയന്ത്രിക്കുക. അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അതിനെ നിയന്ത്രിക്കുന്നതിനെയാണ് സ്വയനിയന്ത്രണം, അല്ലെങ്കിൽ ആത്മനിയന്ത്രണം, അതുമല്ലെങ്കിൽ ഇന്ദ്രിയ ജയം എന്ന് ഒക്കെ പറയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിച്ചു എന്ന് 1 പത്രോസ് 1:9 നമ്മൾ വായിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ആത്മരക്ഷയാണ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്, നമ്മിൽ തന്നെ 2 മനുഷ്യനുണ്ട്. അത് ബൈബിളിന്റെ പഠിപ്പിക്കലാണ്. ഒന്ന് അകത്തെ മനുഷ്യൻ, മറ്റൊന്ന് പുറത്തെ മനുഷ്യൻ. 1 പത്രോസ് 2:11 നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ. അവിടെ നമ്മൾ പഠിച്ചു, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അകത്തെ മനുഷ്യനും ജഡമെന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തെ മനുഷ്യനുമാ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പുറത്തെ മനുഷ്യനുള്ളതുപോലെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും അകത്തെ മനുഷ്യനും ഉണ്ട്. എഫേസ്യർ 3:16 അകത്തെ മനുഷ്യൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനാണ്. നമ്മുടെ പുറത്തെ മനുഷ്യൻ അഥവാ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ഈ പുറത്തെ മനുഷ്യൻ, ഈ ശരീരത്തിലെ അവയവങ്ങളൊന്നും ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടും, നമുക്കറിയാം. അത് 1 പത്രോസ് 1:4 പഠിച്ചു. എപ്പോൾ? നമ്മുടെ കർത്താവ് വരുമ്പോൾ അത് തേജസ്കരിക്കപ്പെട്ട് പാപം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ശരീരമായിട്ട് അത് മാറും. അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പഴയ ശരീരമാണിത്.
പാപം ചെയ്യാൻ ഇത് കഴിയും എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പാപം ചെയ്യാൻ പിശാച് കൂടുതൽ പ്രേരിപ്പിക്കുകയും അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്നാൽ ഈ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് ഇന്ദ്രിയ ജയം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇത് പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കപ്പെടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വളരെ ആദരിക്കുന്ന ഒരാള് എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. വാക്കുകൾ ശ്രദ്ധിക്കും, നോട്ടം ശ്രദ്ധിക്കും, പറയുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ശ്രദ്ധയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാം, പിള്ളേർ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞേനെ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇപ്പോൾ നമ്മൾ തൊട്ടു മുൻപ് നമ്മൾ പഠിച്ചത്, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അത് പരിജ്ഞാനം നമുക്ക് അങ്ങനെയാണ് നേടുന്നത്. പരിജ്ഞാനത്തിനു വേണ്ടി, ദൈവിക പരിജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. അപ്പൊ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന്റെ ഹിതാനുസരണം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ യാക്കോബിന്റെ ലേഖനം നേരത്തെ പഠിച്ചതാണല്ലോ. യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. വായിക്കേണ്ട വാക്യങ്ങൾ വരുന്നുണ്ട്, ഇത് വായിക്കുന്നില്ല, അത് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഒരാള് രക്ഷിക്കപ്പെട്ടെങ്കിൽ, വിശ്വാസിയായി മാറിയെങ്കിൽ അവന്റെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടണം. ആ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് യാക്കോബ് സമർത്ഥിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന്റെ അനുഭവം വെളിപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ് യാക്കോബ് പറയുന്നത്. സത്യവുമാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെയാണ്. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ നമ്മള് ദൈവത്തോട് അടുത്ത് നിൽക്കുകയും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുമില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ടോ എന്ന് തന്നെ ഒന്നുകൂടെ ചിന്തിക്കണം. ദൈവത്തോട് നമ്മൾ അടുത്ത് നിന്ന് നമുക്ക് ഈ നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കാനും, അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം പ്രവൃത്തിയിലൂടെ നമുക്ക് വെളിപ്പെടുത്താനും കഴിയും എന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന്, വിശ്വാസത്തോട് വീര്യം, അഥവാ നമ്മുടെ വിശ്വാസം എക്സലന്റ് വിശ്വാസമായിരിക്കണം. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ കർത്താവിനോട്, ദൈവത്തോട് അടുത്ത് നിൽക്കാൻ നമുക്ക് ആഗ്രഹം വരികയും അടുത്തിടപഴകുകയും അവനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും പ്രതികൂലങ്ങളിൽ ജീവിക്കാനും കഴിയും. അങ്ങനെ വന്നാൽ നമുക്ക് അടുത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അവയവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. അതിനെ തെറ്റായ വഴിയിലേക്ക് പോകാൻ അത് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ നിയന്ത്രിച്ചതിനെ പിടിച്ചു നിർത്തുവാനും ദൈവത്തിന്റെ ഹിതാനുസരണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കാനും കഴിയും. അങ്ങനെയുള്ള ഇന്ദ്രിയ ജയം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ആ ഇന്ദ്രിയ ജയത്തോട് അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് വേണം? സ്ഥിരത ഉണ്ടാകണം. അടുത്തത് സ്ഥിരത അതിനോട് ചേർക്കണം എന്നാ. ഞാനത് ലളിതമായിട്ട് ഇങ്ങനെ പറയട്ടെ, നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാണ് അതിന്റെ അർത്ഥം. സ്ഥിരതയോടെ കൂടെ ഈ ദൈവത്തോട് ചേർന്ന് തന്നെ നിൽക്കണം. കാരണം ആ ചേർന്ന് നിൽക്കുന്നതിനാലാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ, ശരീരത്തിന്റെ അവയവങ്ങളെ നമുക്ക് ദൈവത്തിന്റെ ഹിതാനുസരണം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അതിന്റെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് പ്രവർത്തിക്കും. നമ്മൾ അറിയാമല്ലോ, ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ചിലരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നാക്ക് ചൊറിഞ്ഞു വരുന്നതെന്നും കൈ ധരിക്കുന്ന, നാക്ക് ചൊറിഞ്ഞു വരുന്നത് തിരിച്ചു പറയാനും ചീത്ത പറയാനും ഒക്കെയാണ്. കൈ ധരിക്കുന്നത് വല്ലവർക്കും ഇട്ട് രണ്ട് കൊടുക്കാനാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അവയവത്തിന്റെ, പക്ഷെ ആ കൈ ധരിക്കാതിരിക്കാനും അതുപോലെ നാക്ക് ചൊറിയാതിരിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ ദൈവത്തോട് അടുത്ത് തന്നെ നിൽക്കണം. ഇവിടെ അതിനോട് ചേർത്ത് സ്ഥിരതയാ പറഞ്ഞിരിക്കുന്നത്. സ്ഥിരതയ്ക്ക് സഹിഷ്ണുത എന്നും ഒരു അർത്ഥമുണ്ട്, അതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഒന്നാമത് സ്ഥിരത. ദൈവത്തോട് നമ്മൾ അടുത്താണ് നിൽക്കുന്നത്, സ്ഥിരമായി അടുത്ത് നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഓടിപ്പോകരുത്.
നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെ കൂടെ നിർത്തിയാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടിപ്പോകാനൊക്കെ തോന്നും. നമുക്കും ഇതുപോലെ ദൈവത്തിന്റെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടിപ്പോകാൻ തോന്നാം. പക്ഷേ അത് വരരുത്. നാം മനഃപൂർവ്വം ശ്രമിച്ച് സ്ഥിരതയോടെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മള് എബ്രായ ലേഖനം, അത് അറിയാവുന്ന ഒരു വാക്യമുണ്ട്, അത് ഞാൻ വായിപ്പിക്കുന്നില്ല. എബ്രായ ലേഖനം 13:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ളത്. ഏറെ വിശദീകരിക്കാതെ നമുക്കതൊക്കെ അറിയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അതായത് ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നമ്മെ പിടിച്ചിരിക്കുക. ഞാൻ നിന്നെ വിടത്തില്ലെന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നത്. അപ്പൊ ദൈവം നമ്മളെ പിടിച്ചിരിക്കുന്നു. അപ്പൊ അതൊരു ബലമാണ്. അപ്പൊ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ പിടിച്ചിരിക്കുന്നു, അത് നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നാം ആ വാക്യം നമുക്കൊന്ന് വായിച്ച് തന്നെ വായിക്കാം. റെവലേഷനില്ല, വെളിപ്പാട് 2:13 ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 2:13. പെർഗമോ സഭയ്ക്കുള്ള ദൂതിലാണ് അത് പറയുന്നത്. നീ എവിടെ പാർക്കുന്നു എന്നും ആ അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അത്രയും മതി. നീ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ള, പിശാചിന്റെ ഇരിപ്പിടമുള്ള സ്ഥലം, പിശാചിന്റെ ശക്തമായ പ്രവർത്തനമുള്ള സ്ഥലം. അത് ഭൂമിയൊക്കെ അങ്ങനെ തന്നെയാ. നമ്മളെല്ലാം പിശാചിന്റെ ശക്തമായ പ്രവർത്തനം ഉള്ള സ്ഥലത്തായിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്ത, പെർഗമോ സഭയിലുള്ളവർ ചെയ്ത ഒരു കാര്യമുണ്ട്. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അതിന്റെ ആശയം എന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ നോക്കുക, കർത്താവ് നമ്മെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പിടിക്കണമെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കണം. അത് നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മളിങ്ങനെ ദൂരെ നിന്നല്ലല്ലോ. ഒരാൾ നമ്മളെ പിടിക്കണമെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കും. അപ്പൊ നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുക. പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും കൂടെ അങ്ങോട്ടങ്ങ് പിടിച്ചാലോ, പ്രൈസ് ദി ലോർഡ്. എത്ര ഉറപ്പുള്ള ഒരു ജീവിതമായിരിക്കും അത്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ സകല ഉത്സാഹവും കഴിക്കണമെന്നാ പറയുന്നത്. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ. ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ട്, നമ്മളും കൂടെ അങ്ങോട്ട് പിടിച്ച്. നമ്മുടെ പിടിയിലൊന്നും ബലമില്ല, നമ്മളെ പിടിച്ചിരിക്കുന്നില്ല ബലം. പക്ഷെ നമ്മളും കൂടെ പിടിക്കുമ്പോൾ അതൊരു ബലമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ഉറച്ച് നിൽക്കുവാൻ ആവശ്യമുണ്ട്. ഇനി എബ്രായ ലേഖനം, അത് നമ്മളൊന്ന് വായിക്കാൻ പോയി. എബ്രായർ 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗം വായിച്ചു പോകാം. നമ്മൾ തൊട്ടു പുറകിലാണല്ലോ, അപ്പൊ എളുപ്പം എടുക്കാനും. എബ്രായർ 12:1 മുതൽ 3 വരെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി, അത്രയും മതി. നമുക്ക് അതൊക്കെ ഏറെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അത്യാവശ്യവുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് സ്ഥിരതയോടെ ഓടണമെന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. എബ്രായ ലേഖനമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണോ ഇല്ലയോ എന്നുള്ള സംശയം. ബാക്കി നമ്മള് ലേഖനങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ കൊരിന്ത്യ ലേഖനമായാലും ഫിലിപ്പിയ ലേഖനമായാലും തീമോഥെയോസ് ലേഖനമായാലും അവിടെ എല്ലാമാണ് ഈ ഓട്ടക്കളവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. അവിടെ എങ്ങനെ നമ്മൾ ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടം തുടങ്ങിയാൽ ആ ഓട്ടത്തിന്റെ സ്പീഡ് പിന്നെ ഒട്ടും കുറയരുതെന്ന് മാത്രമല്ല, ക്രമാനുഗതമായിട്ട് ആ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കണം. ഓട്ടക്കളത്തിലൊക്കെ ഓടുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അതിന് എന്തൊക്കെ വേണമെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ സ്ഥിരതയോടെ ഓടുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിച്ചേരത്തില്ല. നമ്മൾക്ക് പണ്ട് കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള കഥയുണ്ടല്ലോ, ആമയും മുയലും കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആമയ്ക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ, മുയൽ സ്പീഡിൽ ഓടുന്ന. പക്ഷെ മുയൽ സ്ഥിരതയോടെ ഓടിയില്ല. അത് മാത്രം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. മുയൽ സ്ഥിരതയോടെ ഓടിയില്ല, ആമ സ്ഥിരതയോടെയാണ് ഓടിയത്. ആമയാണ് ഒന്നാമത് ചെന്നായിട്ട് നമ്മൾ ആ കഥയിൽ പഠിക്കുന്നത്. അപ്പൊ സ്ഥിരതയുടെ മനോഹാരിത നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു സ്ഥിരത വേണം. നമ്മളിപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ലഭിച്ചു, നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു, അതിനാൽ നമുക്ക് ഇന്ദ്രിയജയം ഉണ്ടായിട്ടുണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നു. അതിലുറച്ച് അവിടെ നിൽക്കണം. ആ സ്ഥിരതയോടെ നിന്ന് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീരണം എന്നാണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ചേർന്ന് നിൽക്കുവാൻ, വിട്ടുപോകാതെ, അകന്നു പോകാതെ ചേർന്ന് നിൽക്കുവാൻ
സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ സ്ഥിരതയ്ക്ക് സഹിഷ്ണുത എന്നും ഒരർത്ഥമുണ്ട്. സഹിഷ്ണുത എന്നും ഒരർത്ഥമുണ്ട്, സഹിക്കുക എന്നൊരർത്ഥമുണ്ട്. ക്രിസ്തീയ ജീവിതവും സഹിഷ്ണുതയുമായിട്ട് വിഭജിക്കാനാവാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാനാവാത്ത ബന്ധമുള്ള, വേർതിരിക്കാൻ ആവാത്ത ബന്ധമാണ് നമുക്ക് സഹിഷ്ണുതയുമായിട്ടുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൽ സഹിഷ്ണുതയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഞാൻ വായിപ്പിക്കാതെ വേറൊരു വേദഭാഗം അങ്ങ് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് എഫെസോ സഭയ്ക്കുള്ള ദൂതാണ് അവിടെ പറയുന്നത്. അവിടെ പറയുമ്പോൾ അവരുടെ നന്മ 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സഹിഷ്ണുത, നിങ്ങളുടെ അസഹിഷ്ണുത, അപ്പോസ്തലന്മാരല്ലാത്തവരെ നിങ്ങൾ പരീക്ഷിച്ച് അവർ കള്ളന്മാരെന്ന് കണ്ടത്, എന്നിട്ട് പിന്നെയും പറയാണ് നിങ്ങളുടെ സഹിഷ്ണുത. 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം 2 തരത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പറയുമ്പോൾ ഹൗ പേഷ്യന്റ് യു ഹാവ് ബീൻ, നിങ്ങൾ എത്രയോ സഹിഷ്ണുതയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് യു ആർ പേഷ്യന്റ്, നിങ്ങൾക്ക് ഇപ്പോഴും ക്ഷമയുണ്ട്. എന്ന് വെച്ചാൽ ക്ഷമയ്ക്കൊരു പരിമിതിയില്ല, അല്ലെങ്കിൽ സഹിഷ്ണുതയ്ക്കൊരു പരിമിതി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. സഹിഷ്ണുത എത്രയോ കുറെ സഹിച്ചെന്നേ, അങ്ങനെയല്ല. ആ സഹിഷ്ണുത നമ്മുടെ ജീവിതാന്ത്യം വരെ നമുക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ആ സ്ഥിരത നമ്മൾ കാണിക്കണം. അസഹിഷ്ണുത നമ്മൾ അസ്ഥിരതയാ കാണിക്കുന്നത്. സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ ഉണ്ടായിരിക്കണം. അതിന്റെ ഗുണം എന്താണെന്നൂടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം ഞാൻ പറയുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തീർന്ന ശേഷം കർത്താവ് തനിക്കായിട്ട് ഒരുക്കിയ ജീവകിരീടം പ്രാപിക്കും. ഇതാണ് ആ വാക്യത്തിന്റെ ആശയം. അവിടെ പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധികളാണ്, കഷ്ടതകളെ ഉദ്ദേശിച്ചാണ്, ദൈവം തരുന്ന പരിശോധനകളെയൊക്കെ ഉദ്ദേശിച്ചാണ്. അത് സഹിക്കുന്ന സഹിഷ്ണുതയോടെ കർത്താവ് തരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതൊക്കെ സഹിഷ്ണുതയോടെ, ഒരു പരിധിയില്ലാതെ സഹിഷ്ണുതയോടെ അതിനെ സഹിച്ചാൽ എന്ത് കിട്ടും? ജീവകിരീടവും കിട്ടും. അപ്പൊ ഈ സ്ഥിരതയ്ക്ക് നമ്മൾ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ജീവകിരീടം കൂടെ കിട്ടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മള് ഈ ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത കാണിക്കണം. അഥവാ സ്ഥിരമായിട്ട് ഇന്ദ്രിയ ജയം എടുത്ത് നമ്മൾ ജീവിക്കണം. ഒരു സമയത്തും നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതിന്റെ സ്വന്തം ഇഷ്ടത്തിന്, നാക്ക് ചൊറിഞ്ഞാൽ അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്, കൈ ധരിച്ചാൽ അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. അങ്ങനെ നമ്മുടെ ഒരു അവയവങ്ങളെയും അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കാതെ ഇന്ദ്രിയ ജയത്തിൽ സ്ഥിരത ഉണ്ടാവണം, ഉറച്ച് നിൽക്കണം. അതാണ് നാം അവിടെ കാണുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 5-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. സ്ഥിരതയോട് ഭക്തിയും കൂട്ടിയേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വാസത്തോട് വീര്യം, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്, അതാണ് ഒന്നാം. അതിനുശേഷം നമ്മൾ കണ്ടത്, അത് നമ്മൾ 2-ാമതായിട്ട് നമ്മൾ കണ്ടത് അതിനോട് പരിജ്ഞാനം, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. അങ്ങനെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നതിനാൽ നമുക്ക് സാധിക്കുന്ന കാര്യം, ഇതിനോട് ചേർന്ന് വരുന്നത് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് നമുക്ക് കിട്ടുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരത ഉണ്ടാകണം എന്നുള്ളത്. അടുത്തത് ഈ സ്ഥിരതയോട് ഭക്തി ചേർക്കണം എന്നുള്ളത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭയം എന്നുള്ള ആശയത്തിലാണ്, ഫിയർ ഓഫ് ഗോഡ്. നമ്മളിതൊക്കെ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലും ഈ വാക്കുണ്ടായിരുന്നു. എന്നാൽ അല്പം ചില കാര്യം കൂടെ വേഗം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഈ ഭയപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നതിനാണ് ഒത്തിരി പ്രാധാന്യം നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. നല്ലതാണത്. പക്ഷേ ഭയപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആവർത്തിച്ച് പറഞ്ഞില്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതിന് വിലയുണ്ട്. അപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ദൈവ ഭയം നമുക്കുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഈ സ്ഥിരത കാണിക്കാതെ വരുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെറിയാണ്. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മൾ പോവുകയാണ്. അതിൽ സ്ഥിരത വേണം. ആ സ്ഥിരത കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിലകപ്പെട്ടു പോകും. തെറ്റിലകപ്പെട്ടു പോകുമ്പോഴാണ് വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. അയ്യോ, തെറ്റ് ഞാൻ ചെയ്തു, തീർച്ചയായിട്ടും അത് ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നുള്ള ഭയം. അപ്പോൾ ദൈവ ഭയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥിരതയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, ആ സ്ഥിരതയിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത്.
അതിന് ദൈവഭയം നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ഒരു വാക്യം ഒന്ന് വേഗം വായിക്കാം. 1 തീമോഥെയോസ് 4:8. പരിചയമുള്ള ഒരു വാക്യമാണ്, എന്നാലും ഒന്ന് വായിക്കാം. 1 തീമോഥെയോസ് 4:8. 3-4 വാക്യങ്ങൾ ഇവിടെ വായിക്കാനുണ്ട്. 1 തീമോഥെയോസ് 4:8. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിലും പ്രയോജനകരമാവുന്നു. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരാഭ്യാസം, അതായത് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, നമ്മളൊക്കെ എക്സസൈസിന് രാവിലെ നടക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണല്ലോ, അത് നല്ലതാണ്. അത് അല്പപ്രയോജനമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവഭക്തി ഇപ്പോഴത്തെ ജീവിതത്തിനും വരുവാനുള്ള, അതായത് ഭാവി ജീവിതത്തിന്, ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചേർക്കപ്പെട്ടു കഴിഞ്ഞുള്ളതിനൊക്കെ ഈ ദൈവഭക്തി പ്രയോജനമുള്ളതാണെന്നാണ്. ദൈവഭയത്തിൽ ഇവിടെ ജീവിച്ചാൽ എപ്പോഴും കേട്ടോ, ദൈവഭയത്തിൽ എപ്പോഴും നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ മറ്റൊന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട. തിരുവെഴുത്ത് നമ്മൾ ശരിക്കും പഠിച്ചാൽ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുന്നെങ്കിൽ മറ്റൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സകലത്തെയും ഭയപ്പെടേണ്ടി വരും. ഇതാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം. അതുകൊണ്ട് ദൈവ ഭയത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിതം സുഗമമായി അനുഗ്രഹമായി പോകും. അതുകൊണ്ടാണ് ദൈവഭയം എപ്പോഴും വേണമെന്ന് പറയുന്നത്. ഇവിടത്തേക്ക് മാത്രമല്ല, അങ്ങനെ ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭാവിയിൽ നമ്മുടെ പ്രതിഫലങ്ങളും വർദ്ധിക്കുകയാണ്, പ്രതിഫലത്തിൽ വർധനയുണ്ടാകും. അപ്പൊ ഭാവി ജീവിതത്തിനും അത് അനുഗ്രഹമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഈ 128 സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് അറിയാവുന്നുണ്ടത്, വായിപ്പിക്കുന്നില്ല. 128-1 നമ്മൾ വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അവന്റെ വഴികളിൽ നടക്കുക എന്ന്. എന്താ ഈ വഴി? വഴി എന്ന് പറയുന്ന വചനത്തെ ഉദ്ദേശിച്ച് തന്നെയാണ്. നമ്മൾ 119-ാം സങ്കീർത്തനം പഠിക്കുകയാണെങ്കിൽ, വായിക്കാമെങ്കിൽ അവിടെ 8 പ്രാവശ്യം വചനത്തിന് പകരം വഴി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യഹോവയെ ഭയപ്പെടുന്നു എന്നതിന്റെ ലക്ഷണം, ദൈവത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ലക്ഷണം ദൈവവചനാനുസരണം ജീവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാം, ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ഞാനവിടെ ഒരു കാര്യം പറയട്ടെ, ഈ ദൈവത്തോട് അടുത്തിടപഴകുന്നത് നമ്മുടെ ദൈവഭയം നഷ്ടപ്പെടാൻ ഇടവരരുത്. നമ്മൾ കണ്ടല്ലോ, നമ്മുടെ സ്ട്രോങ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തോട് അടുത്താണ് ഇടപെടുന്നത്. അങ്ങനെ ദൈവത്തോട് അടുത്തിടപെടുമ്പോൾ നമ്മുടെ ഭയം നഷ്ടപ്പെടരുത്. അതാണ് ഇവിടെ പ്രത്യേകം ഓർപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് അടുത്തിടപഴകുന്ന, ഇപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ഒരു പോലീസ് ഓഫീസർ ആയാലും അല്ലെങ്കിൽ ഒരു കളക്ടറോ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അല്പം ഭയപ്പെടേണ്ടവരാണല്ലോ, കാരണം അവർക്ക് അധികാരമുണ്ട്. പക്ഷെ അവരോട് സ്ഥിരമായിട്ട് അങ്ങ് അടുത്തിടപഴകുമ്പോൾ ആ ഭയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ദൈവത്തോടും നമ്മൾ അടുത്തിടപഴകുമ്പോൾ നമ്മുടെ ഭയം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അത് നഷ്ടപ്പെടരുതെന്നാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അതാണ് സ്ഥിരതയോട് നമ്മൾ സ്ഥിരമായിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ഇന്ദ്രജയത്തിൽ ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയം നഷ്ടപ്പെട്ടു പോകല്ല. ദൈവത്തോട് അടുത്ത് നിൽക്കുകയാണ്, ദൈവത്തോടുള്ള ഭയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ആ ഭയത്തിൽ അവന്റെ വഴികളിൽ നടക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അതും വായിക്കാം. യാക്കോബ് 1:27 അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. യാക്കോബ് 1:27. എന്താണ് ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്? പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആവുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മള് ദൈവഭയത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ വഴികളിൽ വചനാനുസരണം ജീവിക്കണം. മാത്രമല്ല, ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. എന്ന് വെച്ചാൽ അനാഥരും വിധവമാരും സാധാരണഗതിയിൽ സങ്കടത്തിൽ ജീവിക്കുന്നവർ, അവിവിധങ്ങളായിട്ടുള്ള സങ്കടങ്ങൾ അവർക്ക് ഉണ്ട്, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ട്. അവരെ അവിടെ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുക എന്ന ആശയം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായമായിരിക്കുക എന്നുള്ളതാണ്. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇനിയും അത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയട്ടെ, സാമ്പത്തികമായ ആവശ്യമുണ്ട്, അവർക്കുണ്ടാകും തീർച്ചയായിട്ടും. അതിൽ നമുക്ക് സഹായിപ്പാൻ കഴിയണം. അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇങ്ങനെ അവരെ ചെന്ന് കാണുമ്പോൾ ലോകത്താലുള്ള കളങ്കം വരാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ കളക്ഷനൊക്കെ എടുത്തായിരിക്കും നമ്മൾ ഇവർ ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാ നമുക്ക് തന്നെ അവർക്ക് വേണ്ടുവോളം, ചിലപ്പോൾ ഒരു രോഗത്തിന് വേണ്ടുവോളം കൊടുക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് കഴിഞ്ഞു നിൽക്കത്തില്ല, ചെറിയതേ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ മറ്റു ചിലരുടെ ഒക്കെ കൂടെ സഹായം വാങ്ങിച്ചുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. അവിടെ അബദ്ധങ്ങൾ പറ്റാൻ ഇടവരരുത്, അവിടെ ദൈവഭയം വേണം.
എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അടിച്ചു മാറ്റാനൊന്നും ഇടയാകരുതെന്നുള്ള, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ എത്രയോ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. യൂദ വരെ അത് ചെയ്യുന്ന പുള്ളിയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. കർത്താവിന്റെ കൂടെ നടന്ന യൂദയെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞ് സഞ്ചിയിൽ ഇടുന്നത് പുള്ളി അടിച്ചു മാറ്റുമായിരുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വിശ്വാസികളായിട്ടുള്ളവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതൊരു ഭക്തിയുടെ ലക്ഷണമാണ്, ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ, ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ ചെന്ന് കണ്ട് സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ സഹായിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അബദ്ധം പറ്റാൻ, കളങ്കം പറ്റാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ ആ സഹായം ചെയ്യുന്നതിൽ നമ്മൾ പേരെടുക്കാനായിട്ടാണെങ്കിൽ അത് കളങ്കം പറ്റി, അതിൽ നിന്ന് ആദായം ഉണ്ടാക്കാനാണെങ്കിൽ കളങ്കം പറ്റി, അങ്ങനെ വരരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥ ഭക്തി, ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ സാധുക്കളെ, പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ, ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സന്ദർശിക്കുകയും സഹായിക്കുകയും വേണം. അപ്പോൾ തന്നെ സൂക്ഷ്മതയോടെ വേണം താനും. ഇനിയും ഭക്തിയുടെ വേറൊരു ലക്ഷണമാണ് പ്രാർത്ഥനാ ജീവിതം. ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ഒരു 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 തെളിവാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അത് ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, പിന്നീട് വായിച്ചാൽ മതി, നമ്മുടെ സമയം തീരാറാകുന്നത് കൊണ്ട്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവ ഭയമുള്ളവർ വളരെയേറെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും, നമുക്ക് എത്ര സമയമൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് കുറഞ്ഞു പോയാലും നമുക്ക് പ്രാർത്ഥനയ്ക്കിരുന്നാൽ സമയം തികയാതെ വരുന്നുണ്ടോ ഇല്ലയോ, അത് ഒരു ഭക്തിയുടെ, ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ ഒരു ലക്ഷണം. തികയുന്നില്ല സമയം എങ്കിൽ അത് ദൈവഭക്തിയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-2 വാക്യം കൂടെ വായിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ഒരു വാക്യം ഞാൻ പറയുന്നു, പിന്നത്തെ വാക്യം വായിക്കണം. വായിക്കേണ്ട ഇതാണ് 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ നിന്നാണ് വായിക്കേണ്ടത്. 5-ാമത്തെ വാക്യം ഞാൻ തന്നെ അങ്ങ് പറയുകയാണ്. 1 തീമോഥെയോസ് 6:5 അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ആരാ ഈ അവരെന്ന് പറയുന്നത് അവിടെ മേളിൽ പറഞ്ഞിട്ടുണ്ട് അത് ആരാണെന്നുള്ളത്. ഭക്തിയുടെ ഭക്തരെന്ന് ചമഞ്ഞ് നടക്കുന്നവർ, ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭക്തിയുടെ വേഷം ധരിച്ച് ഒരുപാട് പേര് റിച്ച് ആകാൻ, സമ്പന്നരാകാനായിട്ട് സൂത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കണ്ണിന്റെ മുൻപിലും നമ്മുടെ കേൾവിയിലും നമ്മൾ കണ്ടും മനസ്സിലാക്കി അറിയുന്ന ഒരു കാര്യമാണ്. ഭക്തി കാശുണ്ടാക്കാനുള്ള ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദായ സൂത്രം, നല്ല ട്രാൻസ്ലേഷൻ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്കൊന്ന് നോക്കാം. 6-7 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. 1 തീമോഥെയോസ് 6:6-7 വേഗം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതിനും. അത്രയും മതി. നമുക്ക് അത് ആ ഒരു വാക്യം മതി. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം സൂക്ഷിച്ച് മനസ്സിലാക്കിയില്ലേ കുഴപ്പമാണ്. അലംഭാവത്തോടു കൂടിയ ഭക്തി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും അതിനിടയ്ക്ക് ഒരു കോമ വരേണ്ടതാണ്, പ്രിന്റിങ്ങിൽ അത് വിട്ടുപോയതാണ്. അലംഭാവം എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാണ് അതിന്റെ അർത്ഥം. ഭക്തിയിൽ അലംഭാവം കാണിക്കുക എന്നല്ല. ചിലപ്പോൾ അത് വായിച്ചു വരുമ്പോൾ തോന്നിയേക്കാം ഭക്തിയിൽ, ദൈവത്തെ ഭയപ്പെടുന്നതിൽ അലംഭാവം കാണിക്കുക. അങ്ങനെ ഒരിക്കലും പാടില്ല. അതിലൊരു അലംഭാവവും കാണിക്കരുത്. അലംഭാവത്തോടു കൂടിയ അർത്ഥം സംതൃപ്തമായ എന്നാണ്. ഇംഗ്ലീഷിന്റെ പരിഭാഷയൊക്കെ നമ്മൾ നോക്കിയാൽ അത് കാണാൻ കഴിയും. ഓശാന ബൈബിളിനകത്ത് വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സംതൃപ്തമായ ജീവിതം നയിക്കുന്നവർ, അവർക്ക് ദൈവഭക്തി വലിയ നേട്ടമാണ്. അവർക്കുള്ളതിൽ അവർക്ക് എന്തുണ്ടോ അതിൽ അവർ സംതൃപ്തരാണ്. എന്നിട്ട് ആ സംതൃപ്തി ഒത്തിരി കുറവായിരിക്കും. വീട് ചിലപ്പോൾ ഇല്ലായിരിക്കാം, അല്ലെ ചെറിയ വീടായിരിക്കാം, വലിയ ജോലി ഇല്ലായിരിക്കാം, ശമ്പളം കുറവായിരിക്കാം, പല ഇല്ലായ്മകൾ കാണും. പക്ഷെ അതിൽ സംതൃപ്തരാണ്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നത് വലിയ നേട്ടമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കുള്ളതിൽ സംതൃപ്തിയോട് ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതമായിട്ട് അത് തീരും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ഇന്ദ്രിയജയത്തിൽ ജീവിക്കുകയും അപ്പോൾ തന്നെ സ്ഥിരമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവഭയം നഷ്ടപ്പെടാതെ ദൈവഭയത്തിൽ തന്നെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഭക്തിയോട് സഹോദരപ്രീതി എന്നുള്ളതാണ്. എന്താണ് സഹോദരപ്രീതി? ഞാൻ ഏറെ വാക്യങ്ങൾ പറയാതെ അടുത്ത 2 വേഗം അങ്ങ് പോകാം. സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല
അതിന്റെ അർത്ഥം. സ്നേഹിക്കുക എന്നുള്ളതാണ്, കേവലം അതല്ല അതിന്റെ അർത്ഥം. പകരം നമ്മുടെ സഹോദരങ്ങളുടെ, കൂട്ടു സഹോദരങ്ങളുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നതിനെയാണ് ശരിക്കും സഹോദര പ്രീതി എന്ന് പറയുന്നത്. അവരുടെ സന്തോഷം, അവരുടെ സംതൃപ്തി. എക്സാമ്പിൾ പറഞ്ഞാൽ, സഹോദര പ്രീതിക്ക് വേണ്ടി അബ്രഹാം തന്റെ വീട്ടിൽ വന്നവരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് ആതിഥ്യം നൽകിയത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്താ താൻ ചെയ്തത്? താൻ അവിടെ നമ്മൾ എബ്രായർ 13:1 വായിക്കുന്നത്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചില്ല. അബ്രഹാമിന്റെ കാര്യമാണ്. അബ്രഹാം അപ്പൊ എന്ത് ചെയ്തു? അബ്രഹാം ചെയ്തത് അവരുടെ സന്തോഷം, അവരുടെ സംതൃപ്തി മാത്രം നോക്കി എന്തെല്ലാം ചെയ്തെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം വാക്യം നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് സഹോദരപ്രീതി എന്ന് പറയുന്നത്. ശരിക്കും ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സഹോദരന്മാരെ ഈ നിലയിൽ സന്തോഷിപ്പിക്കുകയും സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. നമ്മൾ 1 പത്രോസ് 1:22 പഠിച്ചു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് സഹോദരപ്രീതിക്ക. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, സത്യമനുസരിക്കാൻ നിങ്ങളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് അന്യോന്യം ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിപ്പിൻ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സഹോദരപ്രീതിക്ക് വേണ്ടി. അപ്പോൾ ഇത് ദൈവഭയത്തോടൊപ്പം സഹോദരന്മാരെ സംതൃപ്തിപ്പെടുത്തുക, സന്തോഷമായിട്ടിരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒടുവിലത്തെ കാര്യത്തിലേക്ക് വരാം. ഈ സഹോദരപ്രീതിയോട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അതോട് സ്നേഹം കൂടെ ചേർക്കണം. ദൈവസ്നേഹമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സ്നേഹം, നമ്മൾ 1 കൊരിന്ത്യർ 13:13 വായിക്കുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ ഏറ്റവും ഉന്നത പദവി, ഏറ്റവും ഉന്നതമായ പടി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ഈ സഹോദരപ്രീതിയോടൊപ്പം നമ്മൾ ഉണ്ടാകേണ്ടത് ദൈവ സ്നേഹം നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ കാണുന്നത്. യോഹന്നാൻ വായിക്കുന്നില്ല, ഇനിയുള്ള വാക്യങ്ങൾ പറഞ്ഞു പോകാൻ സമയം തീരുകയാണല്ലോ, 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം വായിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ തരുന്നെന്ന്. പുതിയൊരു കൽപ്പന, പുതിയ നിയമത്തിൽ കൊടുക്കുന്ന ഒരു കൽപ്പനയാണത്. പഴയ നിയമത്തിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കണം. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു പുതിയ കൽപ്പനയായിട്ട് കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ എന്ത് ഗുണം ഉണ്ടായിട്ടാ, എന്ത് യോഗ്യത ഉണ്ടായിട്ടാ, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും യോഗ്യതയുണ്ടോ നമ്മെ സ്നേഹിപ്പാൻ? ഒന്നുമില്ല. ഒരർത്ഥത്തിൽ ശത്രുക്കളായി നമ്മളെ സ്നേഹിച്ചു. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ സ്നേഹിക്കണമെന്നാണ്. ആ സ്നേഹം നമ്മിൽ കാണപ്പെടണമെന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം പഠിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ മനോഹരമായ ഒരു കാവ്യമായിട്ടാണ് ഇതിരിക്കുന്നത്. അത് ആകെ 13 വാക്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 3 വാക്യങ്ങൾ സ്നേഹത്തിന്റെ മഹത്വവും, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ ലക്ഷണങ്ങളും, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തിന്റെ സ്ഥിര സ്വഭാവം അല്ലെ ശാശ്വത സ്വഭാവവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മാത്രമല്ല ഈ 12, 13, 14 അധ്യായങ്ങൾ, അതായത് 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ മനോഹരമായ 3 അധ്യായങ്ങളാണ്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റിയാണ് പറയുന്നത്. 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അത് 3 അധ്യായങ്ങൾ ചേർത്ത് വായിച്ചാൽ കൃപാവരങ്ങൾ പോലും ദൈവ സ്നേഹത്തിൽ വേണം നമ്മൾ ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും എന്നുള്ള മനോഹരമായ ഒരു ചിന്ത അവിടെ കിട്ടുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. ഞാൻ വായിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരു വാക്യം കൂടെ വായിച്ച് നമ്മുടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. കാണാതെ പറയാൻ പറ്റുമെങ്കിൽ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കാൻ. കൊലോസ്യർ 1:14 എല്ലാറ്റിനും മീതെ എന്ന് തുടങ്ങും. കൊലോസ്യർ 1:14 അവനിൽ നമുക്ക് പാപമോചനം. കൊലോസ്യർ 1:14 എല്ലാറ്റിനും മീതെ. ആ വാക്യത്തിന്റെ ഒടുവിലായിരിക്കും അത്. ഞാൻ ആ വാക്യം അങ്ങ് പറയാം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇനി ഞാൻ റെഫറൻസ് തെറ്റിപ്പോയെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ പരിശോധിച്ചോളാം. നോക്കുക, എല്ലാറ്റിനും മീതെ ഏറ്റവും ഓവർ കോട്ടായിട്ട് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത്
സ്നേഹമാണ്. അപ്പൊ സഹോദരപ്രീതി ഓട് ഈ സ്നേഹവും കൂടെ വ്യാപരിക്കുമ്പോൾ ആ ക്രിസ്തീയ ജീവിതം എത്ര മനോഹരമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ഇങ്ങനെ: നമ്മൾ വിശ്വാസത്തോടെ ചേർക്കേണ്ട 7 കാര്യങ്ങളെ പറ്റി വളരെ വേഗവും അല്പമായി ചിന്തിക്കാൻ. വിശ്വാസത്തോടെ വീര്യം അഥവാ ഒരു എക്സലന്റ് വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താ വരുന്നത് അറിയാമോ? എൻ്റെ കർത്താവിനോട്, എൻ്റെ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കണം എന്നുള്ള ആ ചേർന്ന് നിൽക്കാനായിട്ടുള്ള ആഗ്രഹം വരികയും തന്നിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ പരിജ്ഞാനം നമുക്ക് വരികയും ചെയ്യും. അതിന്റെ ഫലമായി നമുക്ക് സാധിക്കുന്ന എന്താണെന്നറിയാമോ? ഇന്ദ്രിയ ജയമാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അടുത്തത് സ്ഥിരതയാണ്. എന്ന് പറഞ്ഞാൽ ആ നിയന്ത്രിക്കാൻ വല്ലപ്പോഴുമല്ല, സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ എപ്പോഴും നിയന്ത്രിച്ച് ദൈവേഷ്ടത്തിന് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. ആ സ്ഥിരതയോട് ചേർന്നത് ഭക്തിയാണ്. അതായത് ഇങ്ങനെ കർത്താവിനോടുകൂടെ ദൈവത്തോട് എപ്പോഴും അടുത്തിടപഴകുന്നതുകൊണ്ട് ദൈവഭയം നഷ്ടപ്പെടരുത്. ദൈവഭയത്തിൽ തന്നെ ദൈവ വഴികളിൽ നടക്കുകയും അതുപോലെ തന്നെ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ആയാൽ നമുക്ക് പറ്റുന്ന 2 കാര്യങ്ങൾ അതിനോട് ചേർക്കുകയാണ്. ആ ദൈവഭയത്തിൽ നമ്മൾ സഹോദരന്മാരെ അവരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമല്ല, സ്നേഹം അതിന്റെ മീതെ നമ്മൾ ധരിക്കുക. ദൈവസ്നേഹം ഇതിലെല്ലാറ്റിലും വ്യാപരിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചാൽ, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തോട് ചേർന്നാൽ നമുക്ക് സാധിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കും. നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ അതൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാനും തിരുത്തൽ ആവശ്യമുള്ളിടത്ത് തിരുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസവും നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ആമേൻ.